രോമം വളർത്തുന്നതോ ക്ലീൻ ഷേവ് ചെയ്യുന്നതോ അതുപോലെ തന്നെ പൊന്നണിയുന്നതോ വിലയേറിയ വസ്ത്രമണിയുന്നതോ ഇതിനെയല്ല അവിടെ ദൈവം കാണുന്നത്. ആ മനോഭാവത്തെയാണ് കർത്താവ് കാണുന്നത്. അതാണ് ഇവിടെ നമുക്ക് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകന്ന് തങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കോപവും വാഗ്വാദവും ഉള്ളവർ അവരുടെ കാര്യങ്ങൾ വിശുദ്ധമായിരിക്കത്തില്ല. അപ്പോൾ അവർ വിശുദ്ധമായി ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നാം എഫെസ്യ ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകണം ദൈവത്തിൻ്റെ മുമ്പാകെ. പഴയ നിയമത്തിലാണെങ്കിൽ പോലും ദൈവം പുരോഹിതന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരാകേണ്ടതിന് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. വിശുദ്ധരാകേണ്ടത്